ശ്രീ ഗുരുവായൂരപ്പ ശരണം. നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത് എവിടെയെന്ന് വെച്ചാല് വൃന്ദാവൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് എനിക്ക് വല്ല വൃന്ദാവനത്തിലെ വല്ല ഗോപസ്ത്രീകളുടെ കാൽപ്പൊടി ഏൽക്കുന്ന വള്ളിക്കുടിലോ ലതയോ ചെടിയോ ആയി ഞാൻ പിറന്നിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത് അദ്ദേഹം. പരമഭക്തനായ ഭഗവാനോട് പറഞ്ഞു, എന്തായാലും ഞാൻ കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളാമെന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് ഭഗവാനെ. അടിയൻ്റെ വാക്ക് സത്യമാക്കി തീർക്കണേ. അത് അങ്ങയുടെ ഇതാണ്. ഞാനിയെന്ന് പറഞ്ഞാൽ അത് സത്യമാക്കി തീർക്കുന്ന ഉത്തരവാദിത്വം ഭഗവാൻ അവിടുത്തെ കാണുമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഈ നമ്മുടെ ആരതിൽ പറഞ്ഞു കൊടുക്കുന്ന കഥയാണല്ലോ ഇതൊക്കെ. നാരദര് വീണ്ടും പറഞ്ഞു, ഹേ മഹാരാജാവേ, ഭക്തപ്രിയനായ ഭഗവാൻ ഉണ്ടല്ലോ, ഉദ്ധവന്റെ വാക്കുകൾ കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉടനെ മടങ്ങിച്ചെല്ലാമെന്ന് ഗോകുലത്തിൽ നിന്ന് പോരുമ്പോൾ ഞാനും വാക്ക് കൊടുത്തിരുന്നു ഉദ്ധവരെ. അങ്ങയുടെ വാക്കും പാലിക്കപ്പെടട്ടെ. ഞാൻ താമസിയാതെ തന്നെ ഗോകുലത്തിലേക്ക് പോകും. ഇങ്ങനെ ഉദ്ധവനെ സമാധാനിപ്പിച്ച് മധുരയിലെ കാര്യങ്ങൾ ബലരാമനെ ഏൽപ്പിച്ച് ഉദ്ധവനെയും കൂട്ടി തൻ്റെ തേരിൽ കയറിക്കൊണ്ട് ഭഗവാൻ ഗോകുലത്തിലേക്ക് പുറപ്പെട്ടു. ഗോവർദ്ധനം, ഗോപവാടം, വൃന്ദാവനം തുടങ്ങി എല്ലാം കണ്ടുകൊണ്ട് കാളിന്തി തീരത്തെത്തി. കോടിക്കണക്കിലുള്ള പശുക്കൾ കൃഷ്ണനെ കണ്ട് മുല ചുരന്ന് പാലൊലിപ്പിച്ചുകൊണ്ട് ഓടി വന്നു. വാലും ചെവിയും ഇളക്കിക്കൊണ്ടും വായിൽ കടിച്ചെടുത്ത പുല്ല് അങ്ങനെ തന്നെ വെച്ചുകൊണ്ടും, അതാണ് ആ ഭഗവാനെ കാണുമ്പോഴേ അവരൊരു എന്താ പറയാ, അത്രമാത്രം ഹൃദയത്തിൽ കുടിയിരുത്തിയതല്ലേ ഭഗവാൻ അവരൊക്കെ. കാളന്തി തീരത്തെത്തുമ്പോൾ മഹോത്സവമാണ് ഈ കേൾക്കുന്നത്. മുലയിലും ചുരക്കുന്നു ഭഗവാനെ കണ്ടിട്ടാകുമ്പോൾ. കാലും ചെവി ഇളക്കിക്കൊണ്ടും വായിൽ കടിച്ചെടുത്ത പുല്ല് ചവക്കണോ തുപ്പണോ എന്നറിയുന്നില്ല. അങ്ങനെയൊക്കെ അറിയുന്നു. കണ്ണനിൽ ഒലിപ്പിക്കുന്ന പശുക്കള്. മേഘം സൂര്യന്റെ തേരിനെ എന്താണ് കൃഷ്ണന്റെ രഥത്തെ വളഞ്ഞു. എല്ലാവരും അവര് അമർന്നൊരു ഒച്ച ഓർപ്പടി വെച്ചുകൊണ്ട് ഓരോ പശുവിന്റെയും പേര് വിളിച്ചുകൊണ്ട് ഭഗവാൻ അവയെ തടവി. പശുക്കൾ ഇങ്ങനെ കൂട്ടമായി നിൽക്കുന്നത് അകലയിൽ നിന്നും കണ്ട് ശ്രീരാമാവും ചങ്ങാതിമാരും പരസ്പരം പറഞ്ഞു, എന്തോ ഉണ്ടല്ലോ സംഭവം, നമ്മുടെ കണ്ണൻ വന്നോ? വായുവേഗത്തിൽ വന്നിരുന്ന രഥയിതായി പശുക്കൾ എന്തിനാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്? നമുക്ക് അങ്ങോട്ട് പോയി കാര്യമെന്തെന്ന് അന്വേഷിക്കാം. ഇത് മറ്റാരുമല്ല, ഇത് നമ്മുടെ കണ്ണൻ തന്നെയാണ്, സംശയമില്ല. എൻ്റെ വലതു ഭാഗം തുടിക്കുന്നുവല്ലോ, നല്ല ലക്ഷണമാണ്. സന്തോഷം കൊണ്ട മയിലുകൾ പീലി വിടർത്തി ആടുന്നത് കണ്ടില്ലേ? ഇങ്ങനെ തമ്മിൽ പറഞ്ഞ് ഗോപന്മാർ രഥത്തിന്റെ അടുത്തെത്തി. അപ്പൊ ഭഗവാൻ തേരിൽ നിന്ന് ചാടി ഇറങ്ങി എല്ലാവരെയും പ്രേമപൂർവ്വം കൈവീശി സ്വാഗതം ചെയ്തു. സന്തോഷാശ്രുക്കൾ ഒഴുക്കിക്കൊണ്ട് ഗോപന്മാര് ഭഗവാനെ ആലിംഗനം ചെയ്തു. പ്രേമഭക്തിയുടെ മൂർധന്യാവസ്ഥയിൽ എത്തിപ്പോയി അവര്. എന്തെന്ന് പറയണം, എന്തെന്ന് ചെയ്യണം എന്നൊന്നും അറിയാത്തൊരവസ്ഥ, ഒരുതരം നിർവികാരാവസ്ഥ അതിലാണ് അവരിപ്പോ ഉള്ളത്. സ്നേഹവചസ്സുകളാൽ ഭഗവാൻ അവരെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുന്ന രംഗം. കുട്ടികളോടൊപ്പം ഉദ്ധവനെ തന്നെ താൻ വരുന്ന വിവരം അറിയിക്കാൻ നന്ദഭവനത്തിലേക്ക് അയച്ചു. വരുന്നുണ്ടേ എന്ന് പോയിട്ട് അച്ഛനോട് അമ്മയോട് പറഞ്ഞിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചു. കൃഷ്ണൻ വന്നിട്ടുണ്ടെന്ന വിവരം കേട്ടറിഞ്ഞ് എല്ലാവരും പരിപൂർണ മനോരഥന്മാരായി ഭഗവാനെ സ്വീകരിക്കാൻ പുറപ്പെട്ടു. ഗോകുലത്തിൽ ഉത്സാഹവും കോലാഹലവും എങ്ങനെ വർണ്ണിക്കാൻ വാക്കുകളില്ല. അതാണ് ഭേരി, മൃദംഗം, പടഹം മുതലായ വാദ്യഘോഷങ്ങളുടെ പൂർണ്ണ കുംഭത്തോടും വേദം ഘോഷിക്കുന്ന ബ്രാഹ്മണരോടും ഗന്ധം, അക്ഷതം, മലർ മുതലായ മംഗളവസ്തുക്കളോടും കൂടി യശോദയെയും നന്ദഗോപരെയും മുന്നടത്തിക്കൊണ്ട് ഗോകുലവാസികൾ ആ പൊന്നുതമ്പുരാനെ എതിരേറ്റു. ഷഭാനു കീർത്തിയോടുകൂടി മത്തഗജത്തിന്റെ പുറത്തേറി ഭഗവാനെ സ്വീകരിച്ചു. നന്ദന്മാര്, ഉപനന്ദന്മാര്, ഷഡ്വൃഷഭാനുക്കള്, അപവൃദ്ധന്മാര് മുതലായവർ ദണ്ടും തലപ്പാവുമായി ചെന്നു. തിരുവനന്തപുരത്ത് ഭഗവാൻ എഴുന്നള്ളുമ്പം ദണ്ടും തലപ്പാവും വെച്ചിട്ടല്ലേ കൂടെ നടക്കല്, അതുമാതിരി ഗോപാലന്മാർ കാലിക്കോലും കൊമ്പും മാലയും പീലിയുമായി തങ്ങളുടെ കൂട്ടുകാരനെ കാണാനെത്തി. സന്തോഷം കൊണ്ട് പാട്ടുപാടിയും നൃത്തം വെച്ചും പീതാംബരം വീശിയും ശംഖു വിളിച്ചും അവിടം ഒരു ഉത്സവ സ്ഥലം പോലെ ആക്കിയിരിക്കുന്ന രംഗം. കൃഷ്ണൻ വന്നിരിക്കുന്നതായി സഖിമാർ രാധയെ അറിയിച്ചു. തന്റെ ആഭരണങ്ങൾ മുഴുവൻ സന്തോഷ വാർത്ത അറിയിച്ച സഖിമാർക്കായി രാധ വാരി 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 കൊടുത്തു. സന്തോഷിച്ചു, സമ്മാനിച്ചു. അഷ്ടസഖിമാര്, ദ്വാത്രിംശ സഖിമാര്, ഷോഡശ സഖിമാര്,
മൈഥിലി, ഗോപിയൂഥം എന്നിവരൊത്ത് രാധ പല്ലക്കിലേറിക്കൊണ്ട് പുറപ്പെട്ടു. മറ്റു ഗോപിമാർ ഗൃഹജോലികളെല്ലാം വിട്ടും വെച്ചും അതെല്ലാം പിന്നെ എടുക്കാം, ഉണ്ണീനെ കാണട്ടെ, ജോലിയൊക്കെ പിന്നെ എടുത്തൂടെ എന്ന് പറഞ്ഞിട്ട് എല്ലാ ജോലിയും വിട്ടും വെച്ച് കയ്യിൽ കിട്ടിയ വസ്ത്രാഭരണങ്ങൾ തോന്നിയ പോലെയൊക്കെ വാരി വലിച്ചണിഞ്ഞ് കൃഷ്ണനെ കാണാൻ ഓടിയെത്തി. വ്രജത്തിലെ പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും കൂടി തന്നിൽ ഇത്രയും പ്രേമാതുരായി കണ്ട ഭഗവാൻ മൂർധാവിൽ കൂപ്പിയ കൈയോടെ അച്ഛനമ്മമാരെയും മറ്റെല്ലാവരെയും വന്ദിച്ചു. ഏറെക്കാലം കഴിഞ്ഞു കണ്ട ഉണ്ണിയെ യശോദ മാറോട് ചേർത്ത് പുണർന്ന് ഒഴുകി വീഴുന്ന ആനന്ദാശ്രുക്കളാൽ കുളിർപ്പിച്ചുകൊണ്ട് മൂർധാവിൽ നുകർന്നു. ആ വത്സലമാതാവിന്റെ സ്ഥലങ്ങളിൽ നിന്ന് മുലപ്പാൽ ചുരന്നു. നന്ദോപനന്ദന്മാർ, വൃഷഭാനുക്കൾ, ഗോപവൃദ്ധന്മാർ എന്നിവർ നമസ്കരിച്ച് ആശീർവാദം വാങ്ങി വയസ്സന്മാരെ കൈപിടിച്ച് കുലുക്കി സന്തോഷിപ്പിച്ചു. ഇതാണ് ഭാവം. എല്ലാവരും ഒരേപോലെയല്ല, നമ്മളെക്കാളും പ്രായം കൂടി വരെ നമ്മൾ നമസ്കരിക്കണം. നമസ്തേ പറയാമെങ്കിലും വേണം. നമ്മളെ കൂട്ടുകാരെ കാണുമ്പോൾ നമ്മളൊന്ന് കെട്ടിപ്പിടിച്ചാൽ മതി, അപ്പൊ തന്നെ അത് അവർക്ക് വളരെ വളരെ സന്തോഷമാവും. തന്റെ തേരിൽ അച്ഛനമ്മമാരെയും കയറ്റി ഗോപവൃന്ദത്തോടും പശുക്കളോടും കൂടി നന്ദഭവനത്തിലേക്ക് നീങ്ങി. ഗോപികമാരിൽ ആദ്യം കൊണ്ടും ദേവസ്ത്രീകൾ പുഷ്പങ്ങളാലും മഴ തൂകി. നാലുപുറത്തൊന്നും ജയ ജയശബ്ദം മുഴങ്ങി. അവിടെ കൂടിയവരെല്ലാം ഉദ്ധവനെ നന്ദിയോടെ വാഴ്ത്തി. എന്തേ, ഉദ്ധവരെന്ന് വന്നിട്ട് പറഞ്ഞ വാക്ക് പാലിച്ചത് കൊണ്ടല്ലേ നമുക്കിപ്പോൾ ഈ ദിവ്യദർശനം കിട്ടിയത് എന്നുള്ള ഒരു സന്തോഷമുണ്ട്. ഭഗവാന്റെ ദർശനം ഇത്രയും വേഗം സാധിപ്പിച്ചു എന്നത് ഇദ്ദേഹമല്ലേ, അതുകൊണ്ട് അദ്ദേഹമാണ് നമ്മുടെ യഥാർത്ഥ ബന്ധു എന്ന് അവർ തമ്മിൽ പറഞ്ഞു. കംസവധത്തിന് ശേഷം ശ്രീകൃഷ്ണൻ ഗോകുലത്തിലേക്ക് വന്ന കഥ ഞാനിതാ അങ്ങയോട് പറഞ്ഞില്ലേ. മഹാരാജൻ ഇനി എന്താണ് കേൾക്കേണ്ടത്? ചോദിക്കൂ, ഞാൻ പറഞ്ഞു തരാം. എനിക്കറിയുന്ന കഥയൊക്കെ അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരാം. എനിക്കത് സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പൊ രാജാവ് ചോദിക്കാൻ തുടങ്ങി. നാരദ മഹർഷിയോട് ചോദിച്ചു, മഹർഷി, അങ്ങയുടെ കഥാകഥനത്തിൽ മഗ്നനായി ദിവസങ്ങൾ കടന്നു പോകുന്നത് ഞാൻ അറിയുന്നേയില്ല. ശ്രീകൃഷ്ണലീലകൾ ഇനിയും എത്ര കേട്ടാൽ എനിക്ക് മതി വരികയുമില്ല. ഗോകുലത്തിൽ വന്നതിന് ശേഷം ഭഗവാൻ എത്ര ദിവസം അവിടെ താമസിച്ചു, അത് കേൾക്കട്ടെ. മധുരാവിലേക്ക് പോകുന്നതിന് മുമ്പ് വ്രജമണ്ഡലത്തിൽ എന്തെല്ലാം ലീലകൾ ആടി ഭഗവാൻ, അതും കേൾക്കട്ടെ. എന്നിൽ കനിവുണ്ടായി ആ കഥകൾ എന്നെ കേൾപ്പിച്ചാലും. രാജാവിന്റെ കഥാശ്രവണ ഔത്സുക്യം കണ്ട് സന്തോഷിച്ചു കൊണ്ട് മഹർഷി പറഞ്ഞു തുടങ്ങി. ശ്രീനാരദ മഹർഷി പറയാൻ തുടങ്ങി. എന്താ പറയുന്നത് ശ്രീനാരദ മഹർഷി? അന്ന് സന്ധ്യക്ക് കൃഷ്ണൻ തന്റെ പ്രാണപ്രേയസിയായ രാധയുടെ ക്ഷണമനുസരിച്ച് അത്യന്ത ശീതളിമയാർന്ന കദളീവനത്തിലെത്തി. നികുഞ്ചത്തിൽ വാഴയില, ചന്ദനച്ചാറ്, കുളിർകാറ്റ് മുതല ശീതീകരണോപാധികൾ ഏറെ ഉണ്ടായിരുന്നിട്ടും വിരഹാഗ്നിയിൽ അവയെല്ലാം തന്നെ ഉഷ്ണപ്രദമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. 100 യൂഥം ഗോപികമാരും കദളീവനത്തിലെത്തി. കൃഷ്ണൻ വന്നിട്ടുള്ള വിവരം അവർ രാധയെ അറിയിച്ചു. പെട്ടെന്ന് എഴുന്നേറ്റ് പരിചാരികമാരാൽ അനുഗതിയായിക്കൊണ്ട് രാധ നികുഞ്ചത്തിലെത്തി കൃഷ്ണനെ സ്വീകരിച്ചു. ആസനവും മർഘ്യവാദ്യാദികളും ഭക്ഷ്യപേയങ്ങളും നൽകി കുശലാന്വേഷണം ചെയ്തു. സുഖമല്ലേ അങ്ങേക്ക് എന്ന് ചോദിച്ചു. സൂര്യോദയത്തിൽ മൂടൽമഞ്ഞെന്ന പോലെ കൃഷ്ണദർശനത്തിൽ രാധയുടെ ദുഃഖം ഉരുകിപ്പോയി. കൃഷ്ണൻ പോയി കഴിഞ്ഞപ്പോൾ താൻ വലിച്ചെറിഞ്ഞിരുന്ന ആഭരണങ്ങൾ മുഴുവൻ എടുത്തണിഞ്ഞു. ചന്ദനം, താമ്പൂലം, വിശിഷ്ട ഭോജനം മുതലായി കൃഷ്ണവിരഹത്തിൽ താൻ ഉപേക്ഷിച്ചിരുന്നവയെല്ലാം വീണ്ടും സ്വീകരിച്ചു. പരിപൂർണതമനായ ഭഗവാനോട് രാധ ഗദ്ഗതത്തോടെ സ്ത്രീ സഹജമായ പരിഭവോക്തികൾ പറയാൻ തുടങ്ങി. രാധയും കൃഷ്ണനും ഒന്നും പറഞ്ഞാൽ രാധയുടെ വിരഹം സഹിക്കാൻ കഴിയാത്തതല്ലേ. യദുപുരി വളരെ ദൂരത്താണല്ലോ അല്ലേ. ഇവിടം വരെ ഒന്ന് വന്നു പോകാൻ അവിടേക്ക് സമയം കിട്ടില്ലായിരിക്കാം. ഇവിടെ നിന്നും പോകുമ്പോൾ എന്തൊക്കെ പാഴ്വാക്കുകൾ എന്നോട് പറഞ്ഞിരുന്നു. മതേന്തിക്കോ ദമയന്തിക്കോ സീതാദേവിക്കോ മാത്രം എൻ്റെ വിരഹ ദുഃഖത്തിന്റെ തീവ്രത അറിയുമായിരിക്കും. അവരൊക്കെ ഈ ദുഃഖം അനുഭവിച്ചവരല്ലേ. എന്നെപ്പോലെ തന്നെ ഈ ഗോപികമാരും ദുഃഖിതകളായി കഴിയുന്നു. ചകോരി ശരശ്ചന്ദ്രൻ എന്ന പോലെയും മയില് പുതുമേഘത്തെ എന്ന പോലെയും അത്യാർത്തിയോടെയാണ് അങ്ങയെ ഞങ്ങൾ കാത്തിരുന്നത്. വൃന്ദാവനചന്ദ്രനായ അങ്ങ് കൂട്ടുകാരനായ ഉദ്ധവൻ പറഞ്ഞത് കൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ തോന്നിയത്. ഇത്രയും സ്നേഹമുള്ളൊരു
കൂട്ടുകാരനെ അങ്ങക്ക് ഗോകുലത്തിൽ കൂടി കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ ഓരോന്ന് എണ്ണി 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 പറഞ്ഞു കരഞ്ഞും കൊണ്ടുമിരിക്കുന്ന രാധയുടെ തൊഴുകൈ പിടിച്ച അന്നയ വാക്കുകളാൽ സമാശ്വസിപ്പിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, രാധേ, ഭവതി വെറുതെ വ്യാകുലപ്പെടരുത് കേട്ടോ. ഭവതിയോടുള്ള പ്രേമം ഒന്ന് മാത്രം കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. പാലും വെളുപ്പും എന്നതുപോലെ നാം രണ്ടല്ല, ഒന്ന് തന്നെയാണ്. എവിടെ രാധയുണ്ടോ അവിടെ കൃഷ്ണനുമുണ്ട്. വായു ആകാശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് പോലെയും തീയും വെള്ളവും സൂക്ഷ്മരൂപത്തിൽ സർവത്ര സ്ഥിതി ചെയ്യുന്നത് പോലെയും ഭവതിയിൽ ഞാനും സദാ വസിക്കുന്നുണ്ട്. ഞാൻ എന്ന ഭാവം ഉണ്ടാവുമ്പോഴാണ് നാം രണ്ടാണെന്ന് തോന്നുന്നത്. കണ്ണ് സൂര്യനിൽ നിന്നും ഉണ്ടായതാണ്, വനവും സൂര്യജമാണ്. എന്നാൽ വനം സൂര്യനെ മറക്കുന്നില്ലേ? ചിലപ്പോൾ വലിയ മരം ഉണ്ടെങ്കിൽ അതിൻ്റെ ചോട്ടിൽ നമ്മൾ പോയിരുന്നാൽ നമുക്ക് സൂര്യരശ്മി പോലും കിട്ടൂല. അങ്ങനെ ആവുന്നില്ലേ? ഇങ്ങനെ ഗുണങ്ങളിൽ നിബദ്ധമാകുമ്പോൾ പരമാത്മാവ് അദൃശ്യമാകുന്നു, ഗുണരഹിതമാകുമ്പോൾ ദൃശ്യമാവുകയും ചെയ്യുന്നു. മനസ്സ് ഗുണസമ്മിശ്രമാകുമ്പോൾ ബന്ധം ഗുണവിമുക്തമാകുമ്പോഴാണ് മുക്തി. ബന്ധമോക്ഷങ്ങൾക്ക് കാരണം മനസ്സാണ്. നിസ്സംഗനായി ജീവിച്ചാൽ ദുഃഖത്തിനിടമില്ല. മനസ്സിന് ഈ ഭാവം വരാൻ വിഷമമാണെങ്കിലും എന്നെ പ്രേമിക്കുന്നവർക്കത് സുസാധ്യമാണ് കേട്ടോ. പ്രേമത്തിന് സമാനം മറ്റൊന്നില്ല ലോകത്തിൽ. ഭവതിയുടെയും ഗോപികമാരുടെയും എന്നിലുള്ള പ്രേമഭക്തി പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടുത്തി കൊടുക്കാനാണ് എൻ്റെ ഭക്തനും കൂട്ടുകാരനും സജീവനും ആയ ഉദ്ധവനെ ഞാൻ മുമ്പ് ഇങ്ങോട്ട് അയച്ചത്. ഇത്രയും കേട്ട രാധ സന്തോഷിച്ചു, ഭഗവാനെ നോക്കി പുഞ്ചിരി പൊഴിച്ചു. കാർത്തികീ രാത്രിയിൽ ഭഗവാൻ രാസമണ്ഡലത്തിൽ രാധയൊന്ന് ചോടക്കോലൂതിക്കൊണ്ട് വിഹരിച്ചു. യമുനാതീരത്ത് രാധയും ഗോപികമാരും ഒന്നിച്ച് രാസരംഗം മനോഹരമാക്കി. എത്ര ഗോപികമാരുണ്ടോ അത്രയും രൂപമെടുത്ത് ഭഗവാൻ ആ വൃന്ദാരനത്തിൽ മുമ്പ് ആടിയതുപോലുള്ള ലീല തന്നെ, ആ രാസലീല ആടി ഭഗവാൻ. പീതാംബരവും വനമാലയും കുണ്ടലങ്ങളും കിരീടവും ധരിച്ച് ഓടക്കോലും വിളിച്ചുകൊണ്ട് നടവേഷത്തിൽ ശ്രീഹരി രാസലീലകൾ ആടി എന്ന് പറയുന്നു. മന്മഥനും രതിയും എന്ന പോലെ ആ രാസരംഗത്ത് രാധാകൃഷ്ണന്മാർ വിരാജിച്ചു. സുന്ദരീ തദനു നന്ദജൻ, തദനു സുന്ദരീ തദനു നന്ദജൻ, സുന്ദരം സുബഹു സുന്ദരം മദനമന്ധരം മധുരകന്ദരം, ഇന്ദിരാരമണൻ ഇന്ദിരാ വിഹൃതി മന്ദിരം പ്രകൃതി സുന്ദരീ വൃന്ദമൊത്തുപരൻ, ഇന്ദുപൂർണവദനൻ സദാ നടനമാടിനാൻ. അങ്ങനെയാണ് അവര് ശ്രീഹരി രാധയും ഏതുപോലെ മന്മഥനും രതിയും എന്ന പോലെയാണ് ആ രാസരംഗത്ത് വിരാജിച്ചത്. വൃന്ദാവനവും യമുനാകുളിനവും ഉപവനങ്ങളും കടന്ന് ഗോപികമാരൊത്ത് ഭഗവാൻ ഗോവർദ്ധനത്തിലെത്തി. നൂറുകണക്കിലുള്ള ഗോപീയൂഥങ്ങൾക്ക് അപ്പോഴേക്കും അഭിമാനഗർവം തോന്നി. അതാണ് അഹങ്കാരം എന്ന പോയേ. ഭഗവാൻ രാധയമത്ത് അവിടെ തന്നെ മറന്നു. ഗോവർദ്ധനത്തിൽ നിന്നും 3 യോജന അകലെ ചന്ദനവൃക്ഷങ്ങൾ നിറഞ്ഞ രോഹിതാചലത്തിലെത്തി അവർ രണ്ടുപേരും. ഇവരെവിടെ കരയാൻ വിട്ടു. അവിടെ ബ്രഹ്മനാഥ നിർമ്മിതമായതും അസംഖ്യം നീലത്താമരകൾ വിടർന്നു നിൽക്കുന്നതുമായ മനോഹരമായ ദേവസരോവരത്തിന്റെ തീരത്ത് രാധയോടൊപ്പം ഭഗവാൻ ഇരുന്നു. അവിടെ ഒരു ഭാഗത്തായി ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ശ്രീകൃഷ്ണൻ ഏകാഗ്രനായി ധ്യാനിച്ചുകൊണ്ട് പൃഭു എന്ന മഹർഷി വളരെ കാലമായി തപസ് ചെയ്യുകയായിരുന്നു കേട്ടോ. പൃഭു എന്ന അദ്ദേഹത്തിന്റെ പേര്. ജലപാനം പോലും ഉപേക്ഷിച്ച് അനേക വർഷങ്ങളായി തപസ് ചെയ്തിരുന്ന പൃഭുവിനെ ഭഗവാൻ കണ്ടു. സമാധിസ്ഥനായ അദ്ദേഹത്തെ കണ്ട് സഹതാപഭരിതയായി രാധ ചോദിച്ചു, വിഭു, ഇത് കണ്ടില്ലേ? അങ്ങയുടെ പരമഭക്തനെ ഋഷിവര്യൻ എത്രമാത്രം ക്ലേശിച്ചു കൊണ്ടാണ് തപം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ദൃഢഭക്തി അപാരം തന്നെ. കൃഷ്ണൻ മഹർഷിയുടെ സമീപത്ത് ചെന്ന് ഋഭൂ എന്ന് വിളിച്ചു. ധ്യാനനിരതനായ മഹർഷി ഇത് കേട്ടതുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഭഗവാൻ മറഞ്ഞു. അപ്പൊ പണ്ടാക്കിയ ഇദ്ദേഹത്തെ നമ്മുടെ ഉണ്ണിയില്ലേ ധ്രുവകുമാരൻ, അതുമാതിരി ഹൃദയത്തിൽ നിന്ന് മറയുന്ന സമയത്ത് വ്യാകുലത വന്നുപോയി മഹർഷിക്ക്. ഉടനെ കണ്ണു തുറന്നു നോക്കി. ഇവിടെ പോയി എൻ്റെ ഭഗവാൻ? അപ്പോൾ തന്റെ പുരോഭാഗത്തായി രാധാസമേതനായ ഭഗവാൻ നിൽക്കുന്നത് കണ്ടു. തന്റെ ചിരകാല മനോരഥം സാധിച്ച്
കൃതാർത്ഥത അടഞ്ഞ മഹർഷി രാധാസമേതനെ ഭഗവാനെ വണങ്ങി പ്രദക്ഷിണം വെച്ച് ഗദ്ഗതകണ്ഠനായി സ്തുതിക്കുന്ന രംഗം. ഇങ്ങനെ സ്തുതി: നമ കൃഷ്ണായ കൃഷ്ണായൈ രാധായൈ മാധവായ ച പരിപൂർണതമായൈ ച പരിപൂർണതമായ ച ഘനശ്യാമായ ദേവായ ശ്യാമായൈ സതതം നമ രാസേശ്വരായ സതതം രാസേശ്വര്യൈ നമോ നമ ഗോലോകാദിവലീലായ ലീലാവത്യൈ നമോ നമ അസംഖ്യണ്ഡാധിദേവി അസംഖ്യണ്ഡനിധയേ നമ. രണ്ടുപേരെയും മാറി മാറി സ്തുതിച്ചു അദ്ദേഹം. ഭൂഭാരഹാരായ ഭുവംഗദാഭ്യാം മച്ഛാന്തയേ ജാത്തസമാഗതാഭ്യാം പരസ്പരം സന്ധിത വിഗ്രഹാഭ്യാം നമോ യുവാഭ്യാം ഹരിരാധികാഭ്യാം. അടിയനെ അനുഗ്രഹിക്കാനല്ലേ ഇപ്പൊ ഇവിടെ എഴുന്നള്ളിയത്? ആ അങ്ങയെ, ആ പരിപൂർണതമനായ അങ്ങയെ ശ്രീകൃഷ്ണൻ രാസേശ്വരിയായ രാധയ്ക്കും നമസ്കാരം സ്തുതിച്ചുകൊണ്ട് ബദ്ധാഞ്ജലിയായി നിന്നു. കർശനമായ തപസ്സുകൊണ്ട് ശുഷ്കമായി തീർന്ന അദ്ദേഹത്തിൽ നിന്ന് ഒരു തേജസ് ഉയർന്ന് ശ്രീകൃഷ്ണനെ ലയിച്ചു. അദ്ദേഹം പരമാനന്ദ നിർവൃതിയിൽ വൈകുണ്ഠപ്രാപ്തി നേടി എന്ന് പറയുന്നു. ഋഭുവിന്റെ ഭക്തിയിൽ ആകൃഷ്ടനായ ഭഗവാൻ ഋഭു എന്നൊന്നുകൂടി വിളിച്ചപ്പോൾ കന്ദർപ്പതുല്യനായി തീർന്ന മഹർഷി എഴുന്നേറ്റു. ഭഗവാൻ ആ രൂപത്തെ ആലിംഗനം ചെയ്തു. രാധാകൃഷ്ണന്മാരെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് മഹർഷിയുടെ ആത്മാവ് ദേഹം വെടിഞ്ഞ് ഗോലോകത്തേക്ക് അദ്ദേഹം പോയി. ഋഭുവിന്റെ മുക്തി കണ്ട് ആനന്ദ ബാഷ്പത്തോടെ രാധ പറയുകയാണ്: അങ്ങയുടെ സാരൂപ്യം സിദ്ധിച്ച ധന്യനായി മഹർഷിക്ക് വേണ്ടി പാരലൗകിക ക്രിയകൾ ചെയ്യേണ്ടതാണ്. ജ്യോതിർമയമാണ് ഈ ദേഹം. ഇങ്ങനെ രാധ പറഞ്ഞുകൊണ്ടിരിക്കെ ആ ശരീരം ജലമായി ഒലിച്ച് രോഹിത പർവ്വതത്തിലെ ഒരു നദിയായി തീർന്നു. ഒന്നും ചെയ്യേണ്ട, എൻ്റെ ശരീരത്തിനാണ്. അത് കണ്ട് അത്ഭുതം കുറിയ രാധ ഭഗവാനോട് ആ ദേഹത്തിന്റെ ദ്രവീകരണം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു: എന്നിലുള്ള പ്രേമഭക്തിയാണ് ഋഭുവിന്റെ ദേഹം ജലമയമായി തീരാനുള്ള കാരണം പ്രിയേ. ഞാൻ മുമ്പൊരിക്കൽ ജലരൂപത്തിലായി തീർന്നതുപോലെ ഈ മഹർഷിയും ഇപ്പോൾ ദ്രവീഭവിച്ചിരിക്കുന്നു. രാധയുടെ ജിജ്ഞാസ ഒന്നുകൂടി വർദ്ധിച്ചു. അതെന്ത് കഥ? അങ്ങും ഒരിക്കൽ ജലരൂപത്തിലായി ഭവിച്ചു എന്നോ? ആശ്ചര്യമായിരിക്കുന്നല്ലോ. ആ കഥ കൂടി എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പൊ രാധയോട് ഭഗവാൻ പറഞ്ഞു തുടങ്ങി: ഇതിന് ഉദാഹരണമായി ഞാനൊരു പഴയ കഥ പറയാം. അത് കേൾക്കുന്നത് തന്നെ പാപഹരമാണ്. മഹാവിഷ്ണുവിന്റെ നാഭീകമലത്തിൽ നിന്നും ബ്രഹ്മാവ് ഉത്ഭവിച്ചു. ബ്രഹ്മാവിന്റെ മടിത്തത്തിൽ നിന്ന് നാരദനുണ്ടായി. ഭക്തിയിൽ മുഴുകിയ നാരദൻ ലോകം മുഴുവൻ ഗാനം ചെയ്തുകൊണ്ട് നടന്നു. ഒരിക്കൽ ബ്രഹ്മാവ് നാരദനോട് അനാവശ്യമായ യാത്ര നിർത്തിവെച്ച് പ്രജാസൃഷ്ടി ചെയ്യണം നീ എന്ന് പറഞ്ഞു. കണക്കായി. ശോകമോഹാദികൾ ഉളവാക്കുവാൻ പര്യാപ്തമായി പ്രജാസൃഷ്ടി ഞാൻ നടത്തുകയില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞു അദ്ദേഹം അച്ഛനോട്. ഭഗവാനെ ഭജിച്ചു കഴിയാനും പ്രജാസൃഷ്ടി ഉപേക്ഷിക്കാനും നാരദൻ ബ്രഹ്മാവിനോട് അപേക്ഷിക്കുകയാണ് ചെയ്തത്. വൃദ്ധനായ ബ്രഹ്മദേവൻ നാരദനെ ശപിച്ചു. എപ്പോഴും പാടി നടക്കുന്ന നീ ഒരു ഗന്ധർവനായി തീരട്ടെ എന്ന ശാപവും പേറിക്കൊണ്ട് ഉപബർഹണൻ എന്ന ഗന്ധർവനായി അദ്ദേഹം. അങ്ങനെയാണ് ആ ഒരു ജന്മം കിട്ടിയത്. ഉപബർഹണൻ എന്നാണ് ആ ജന്മത്തിലെ പേര്. വൃദ്ധനായ ബ്രഹ്മദേവൻ നാരദനെ ശപിച്ചു. എപ്പോഴും പാടി ശപിച്ചുവല്ലോ. ഗാനം ചെയ്തുകൊണ്ട് പര്യടനം ചെയ്തു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. ഒരിക്കൽ കുറെ സ്ത്രീകൾ ഒന്നിച്ച് ബ്രഹ്മസദസ്സിൽ പോയി പാടി. സുന്ദരിമാരിൽ മനസ്സ് ലയിച്ചു പോയി പാവത്തിന്. അപ്പൊ താളം പിഴച്ചു. ബ്രഹ്മാവ് ഒന്നുകൂടി ശപിച്ചു. എൻ്റെ മേലെ കുരിന്റെ മേലെ ഒരു കുരു കൊണ്ട് വെച്ചു കൊടുത്തു. നീ ഒരു ശൂദ്രനായി ഭവിക്കട്ടെ എന്നായിരുന്നു ഇത്തവണ പറഞ്ഞത്. സ്വന്തം മോനെയാണ് ഇങ്ങനെ ശപിക്കുന്നത്. അങ്ങനെ ഒരു ദാസീയപുത്രനായി ജനിച്ചു. എന്നിൽ ഭക്തി മുഴുത്ത കീർത്തനങ്ങൾ പാടി നടന്നു തുടങ്ങി. മുനിശ്രേഷ്ഠനും വൈശ്രവണനും പരമഭാഗവതനുമായി തീർന്നു അദ്ദേഹം. ലോക പര്യടനത്തിനിടയ്ക്കൊരിക്കൽ നാരദൻ ഇളാവൃതം എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. സ്വർണം വിള എന്ന ജമ്പു നദി അവിടെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇളാവൃതത്തിൽ അവിടെ ദിവ്യമായ മണിമാളികകളും കോമള രൂപമുള്ള സ്ത്രീ പുരുഷന്മാരുമുള്ള വേദനഗരം കണ്ടു. ദിവ്യരൂപികളാണെങ്കിലും ജനങ്ങൾക്ക് പല അവയവങ്ങളും
നഷ്ടമായോ പരിക്കേറ്റതായോ ആയി കണ്ടു. നല്ല സുന്ദരികളാണ്, പക്ഷെ ഒരവയവവും ഇല്ല, അല്ലെങ്കിൽ ഓരോരോ അവയവത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇതെങ്ങനെ? ചിലർക്ക് കാലില്ല, മറ്റു ചിലർക്ക് കയ്യോ അല്ലെങ്കിൽ കണ്ണോ ഇല്ല, ചിലരുടെ കാലും കയ്യും നന്ന ശോഷിച്ചിരിക്കുന്നു, ചിലർക്ക് പല്ലില്ല. ഇങ്ങനെ അംഗഹീനരും അംഗഭംഗം സംഭവിച്ചവരുമായ അവരെ കണ്ട നാരദൻ അത്ഭുതപ്പെട്ടു പോയി. എന്ത് സംഭവം? നിങ്ങൾ ദേവന്മാരോ ഗന്ധർവന്മാരോ കിന്നരന്മാരോ ആണെന്ന് തോന്നുന്നല്ലോ. അവരോട് തന്നെ ശ്രീനാരദ മഹർഷി ചോദിച്ചു. ആ സമയത്ത് അവരെന്ത് പറഞ്ഞു? സംഗീതത്തിലെ വൈദൂഷ്യവും കാണുന്നുണ്ട് നിങ്ങൾക്ക്. ഈ അംഗഭംഗങ്ങൾ എങ്ങനെയാണ് സംഭവിച്ചത്? ഇത് കണ്ടിട്ട് എനിക്ക് വല്ലാത്ത സഹതാപം തോന്നുന്നുവല്ലോ എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ശ്രീനാരദ മഹർഷി. എന്നെ കൊണ്ട് കഴിവുണ്ടെങ്കിൽ ഞാൻ വേണ്ടത് ചെയ്യാം. നാരദൻ പറഞ്ഞത് കേട്ട് അവരെന്ത് പറഞ്ഞു? സ്ത്രീകള്, ഞങ്ങൾ വേദപുരിയിൽ വസിക്കുന്ന രാഗങ്ങളാണ്, ഞങ്ങൾ സപ്തസ്വരങ്ങളാണ് മഹർഷേ. ഞങ്ങൾക്ക് അംഗഭംഗം സംഭവിച്ചതിന്റെ കാരണം കേട്ടുകൊള്ളുക. ബ്രഹ്മപുത്രനായ നാരദൻ എന്നൊരാളുണ്ട്. അവർക്ക് ഇത് നാരദനാണെന്ന് മനസ്സിലായില്ല, അതാണ് ഇങ്ങനെ പറയുന്നത്. അദ്ദേഹം കാലം, താളം, സ്വരം, രാഗം ഇതൊന്നുമില്ലാതെ സദാ പാടിക്കൊണ്ട് നടക്കുന്നു. അതിനാലാണ് ഞങ്ങൾ വികലാംഗരും അംഗഹീനന്മാരും ആയിത്തീരുന്നത്. ഇത് കേട്ട് വിസ്മിതനായ നാരദൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരിഹസിക്കുന്ന ആ നാരദൻ ഞാൻ തന്നെയാണ്. ഒരരങ്ങാണെങ്കിൽ പറയൂ, അത്രയും മനസ്സിൽ ശുദ്ധി ഉള്ളത് കൊണ്ടാണ്. പണ്ട് ഞാനൊരാളോട് പറഞ്ഞു, അത് ഞാൻ വന്നതല്ലേ ഇവിടെ എന്ന് പറഞ്ഞതുപോലെ നാരദരങ്ങ് പറഞ്ഞു. സ്വരഭംഗമില്ലാതെ കാലതാളങ്ങളോടെ ഗാനം ചെയ്യാൻ എന്താണ് വഴിയെന്ന് നിങ്ങൾ തന്നെ പറയൂ. മഹാസരസ്വതിയോട് ശിക്ഷണം നേടിക്കഴിഞ്ഞാലേ വേണ്ട വിധത്തിൽ സംഗീതജ്ഞാനം ഭവിക്കുകയുള്ളൂ എന്ന് അവരിൽ നിന്നും പരിഹാരം മനസ്സിലാക്കി ആര്? നാരദര്. അങ്ങനെ അദ്ദേഹം ജലപാനം പോലും ഉപേക്ഷിച്ച് സരസ്വതിയെ ധ്യാനിച്ച് തപം ചെയ്തു. നാമം ജപിച്ചിരുന്നിടത്ത് നാരദ ശൈലം ഉത്ഭവിച്ചു. വലിയൊരു പർവ്വതം ഉണ്ടായി, നാരദ പർവ്വതം. ഒരു ദിവസം സരസ്വതി പ്രത്യക്ഷമായി. പരിഭ്രമിച്ച് എഴുന്നേറ്റ് വീണു വണങ്ങി പ്രദക്ഷിണം വെച്ച് സ്തുതിച്ചു. വന്ദേ സദാഹം കളഹം സൗദ്ഗതേ ചലൽപദേ ചഞ്ചല ചഞ്ചു സംബുടേ നിർധൗതമുക്താ ഫലഹാര സഞ്ജയാ സംധാരയന്തിയും സുഭഗാം സരസ്വതിം പരാഭയം പുസ്തകവല്ലകീയുതം പരം ദധാനാം വിമലേ കരദ്വയേ നമാമ്യഹം ത്വാം ശുഭതാം സരസ്വതിം ജഗന്മയീം ബ്രഹ്മമയീം മനോഹരാം തരംഗിതക്ഷൗ അസിതാംഗിതേ പരേ ദേവീശ്വരജ്ഞാനമതീവ മംഗലേ. ഇങ്ങനെയാണ് അദ്ദേഹം സ്തുതിച്ചത്. ആ സ്തുതി കേട്ട് ദേവി ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്ന സമയത്ത് നാരദര് പറഞ്ഞു, എനിക്ക് സ്വരജ്ഞാന ലബ്ധി ഉണ്ടാക്കി തരണമേ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ ശ്രീനാരദ മഹർഷിയുടെ കീർത്തനം ഉണ്ടല്ലോ, അത് പ്രഭാതത്തിൽ കീർത്തിച്ചാൽ അവന് സർവ വിദ്യാകുശലനായി തീരാമെന്നൊരു ഫലശ്രുതിയും ഉണ്ട്. നാരദസ്തുതിയിൽ പ്രസന്നയായ ദേവി ദേവദത്ത എന്ന വീണ നാരദന് നൽകി. 56 കോടി രാഗങ്ങളും അവയുടെ ഭേദങ്ങളും അന്തർഭേദങ്ങളും വാദ്യനൃത്തങ്ങളും താളസ്വരങ്ങളും നാരദന് ഉപദേശിച്ചു കൊടുത്തു. ഇനൊന്നും സംഗീതത്തിനെ കുറിച്ച് ഇനി നാരദർക്ക് ഒരു സംശയമില്ല, എല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ രാസമണ്ഡലത്തിൽ അദ്വിതീയനായ രാഗകർത്തൃത്വം നൽകി അനുഗ്രഹിച്ച് സരസ്വതി ദേവി അന്തർധാനം ചെയ്തു. വേണ്ടുന്ന അത്ര ഉപദേശിച്ച് ദേവി അവിടുന്ന് പോയി. അത്ര പോലെയും കഥ ശ്രീനാരദ മഹർഷി രാജാവിന് പറഞ്ഞു കൊടുക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയാനുള്ളത്? നാരദരെ കുറിച്ചിട്ടുള്ള കഥകൾ പറയണം. അത് നമുക്ക് നാളെ പറയാം അല്ലേ? അതാണ് ഭംഗിയെന്ന് തോന്നുന്നു എനിക്ക്.